പ്രിയ അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഹെരോദാവിൻ്റെ കാലത്ത് വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആ പശ്ചാത്തലം തന്നെയാണ് ഇന്ന് നമുക്കുമുള്ളത്. നാം എല്ലാവരും അറിയുന്നത് പോലെ യേശുവിൻ്റെ ജന്മസ്ഥലമായ ബേത്ലഹേമിൽ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്ന് സഭകൾ തീരുമാനിക്കുകയാണ്. കാരണം ഗാസയിലും പലസ്തീൻ നാടിൻ്റെ വിവിധ ഇടങ്ങളിലും ഇന്ന് യുദ്ധത്തോടനുബന്ധിച്ചിട്ടുള്ള അക്രമങ്ങളും സംഘർഷവും നിലനിൽക്കുകയാണ്. അനേകായിരം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പതിനായിരങ്ങൾ സ്വന്തം ഭവനം വിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റിടങ്ങളിലും ഇന്ന് കഴിയുകയാണ്. കൊല്ലപ്പെട്ടവരിൽ തന്നെ വലിയൊരു വിഭാഗം കുഞ്ഞുങ്ങളാണ് എന്ന് നമുക്കറിയാം. ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ കടുത്ത യുദ്ധം അവിടെയെങ്കിലും നടക്കുകയാണ്. ഗാസയിലും അതുപോലെ തന്നെ അതിനോട് അടുത്ത പ്രദേശങ്ങളിലും ഇന്നും സംഘർഷം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായിട്ട് കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മരിക്കുന്നവരുടെ അല്ലെങ്കിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള യോദ്ധാക്കളുടെ മരണമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. സിവിലിയൻ കാഷ്വാലിറ്റീസിന്റെ എണ്ണം കുറവായി. അത് 2-ാം ലോക മഹായുദ്ധം വരെ ഏതാണ്ട് ആ രീതിയിലായിരുന്നു പോയത്. എന്നാൽ അതിനുശേഷം നോക്കുകയാണെങ്കിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഇന്ന് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ പട്ടാളക്കാരുടെ കൊല്ലപ്പെടലിന്റെ നമ്പർ വളരെ കുറവാണ്. എന്നാൽ 10,000 ഏതാണ്ട് 20,000-ത്തിലധികം പേര് സിവിലിയൻസ് മാത്രം മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള ക്രൂരതകൾ പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്നത്? കുഞ്ഞുങ്ങൾ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്നത് അതിന് പല കാരണങ്ങളും. ഒന്ന്, വംശഹത്യയാണ്. ഒരു വംശത്തെ മുഴുവനായിട്ട് തുടച്ചു നീക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന മനഃപൂർവമായ പ്രവൃത്തി. 1994 റുവാണ്ടയിൽ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ടായി. ആ സംഘർഷത്തിലെ ഒരു ഗോത്രത്തിന്റെ നേതാവ് പറഞ്ഞത് കുപ്രസിദ്ധമായ വാക്കുകൾ ഇന്നും ലോകത്തിലെങ്ങും അലയടിക്കുന്നുണ്ട്. അയാൾ എങ്ങനെയാണ് പറഞ്ഞത്? ടു കിൽ ദ ബിഗ് റാറ്റ്സ് യു ഹാവ് ടു കിൽ ദ സ്മോൾ റാറ്റ്സ്, ലിറ്റിൽ റാറ്റ്സ്. ഇത് പറഞ്ഞ് 4 മാസത്തിനകം 3 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെ റുവാണ്ടയിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇന്നും യുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കും. അവര് യുദ്ധത്തിലെ സ്പെസിഫിക് ടാർഗറ്റ് ആയിട്ട് മാറി. വംശഹത്യക്ക് ഏറ്റവും നല്ല ഒരു ആയുധമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് ആരംഭിച്ചു.
രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങൾ കൊല്ലാനുള്ള കുഞ്ഞുങ്ങൾ മരിക്കാനുള്ള പ്രധാന കാരണം അവരാണ് ദ മോസ്റ്റ് വൾണറബിൾ എമംഗ് ദി ഹ്യൂമൻ ബീയിങ്. അവർക്ക് സ്വന്തമായിട്ട് പ്രതിരോധ ശക്തിയില്ല. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സമയത്ത് അവര് ഔട്ട് ഓഫ് ദയർ ക്യൂരിയോസിറ്റി പുറത്തിറങ്ങി നടക്കാനും അതിന്റെ ഫലമായിട്ട് പരിക്കേൽക്കാനും ഇടയാകും. പ്രത്യേകിച്ചും യുദ്ധത്തിന് മാത്രമല്ല, യുദ്ധം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലും നിരവധി പേര് കൊല്ലപ്പെടുന്നു കുഞ്ഞുങ്ങൾക്ക്. നിങ്ങളിപ്പോഴും നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക സന്ദർശിക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലെ വംശീയ കലാപം നടന്നിട്ട് ഒരു 10 പതിറ്റാണ്ടിലേറെ കാലമായി. അവിടെ പോയാൽ ഇന്നും കൈകളും കാലുകളും ഇല്ലാത്ത നിരവധി ടീനേജേഴ്സിനെയും യുവാക്കളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം യുദ്ധം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ലാൻഡ് മൈനുകൾ ഉണ്ടായി. യുദ്ധസമയത്ത് കുഴിച്ചിട്ട മൈനുകൾ. ആ മൈനുകൾ പൊട്ടി കാലും കൈയും നഷ്ടപ്പെട്ട നിരവധി കുഞ്ഞുങ്ങളെ ഇന്നവരെല്ലാം വളർന്നു ടീനേജേഴ്സും യുവാക്കളും ഒക്കെ ആയി നമുക്കെപ്പോഴും കാണാനായിട്ട് സാധിക്കും. അവരെ സംരക്ഷിക്കാനായിട്ട് സമൂഹം ഇന്ന് കഷ്ടപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഇന്നത്തെ ഈ അടുത്ത കാലത്ത് നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും. അതിന് പുറകിൽ നിന്നുകൊണ്ടാണ് തീവ്രവാദികൾ അക്രമ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുന്നത്. ഗാസയിലും സ്ഥിതി വ്യത്യസ്തമല്ല. അതുകൊണ്ട് കൊല്ലപ്പെടുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടുതലായിട്ട് കൊല്ലപ്പെടുന്നു. അല്ലാതെ അവർ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുണ്ട്. യൂണിസെഫിന്റെ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിന്റെ ചീഫ് പറയുന്നത് സൂസൻ ബൈസൽ, ഇന്ന് ഏതാണ്ട് 1 ബില്യൺ കുഞ്ഞുങ്ങൾ തീവ്രവാദികൾ ശക്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ വസിക്കുന്നുണ്ട്. 1 ബില്യൺ എന്ന് പറയുമ്പോൾ എത്ര ആയിരം, എത്ര ലക്ഷം, എത്ര കോടി കുഞ്ഞുങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വംശഹത്യയും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവില്ലായ്മയും മറ്റുള്ളവർ കുഞ്ഞുങ്ങളെ തങ്ങളുടെ കവചങ്ങളായിട്ട് ഉപയോഗിക്കുന്നതും എല്ലാം കൂടിയാകുമ്പോൾ ഇതിനെല്ലാം വിക്റ്റിമായിട്ട് മാറുന്നത് കുഞ്ഞുങ്ങളാണ്. ശ്രീലങ്കയിൽ മാത്രമല്ല ഇത് കാണുന്നത്, ഗാസയിൽ മാത്രമല്ല, ഉക്രൈനിലും സിറിയയിലും മ്യാൻമറിലും ബോസ്നിയ, കൊസാവോ, അർമേനിയ, ഇങ്ങനെ ലോകമെങ്ങും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് എതിരെയുള്ള കലാപം, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ സദേൺ ബംഗ്ലാദേശിലെ കോക്സസ് ബസാറിലെ ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കാനായിട്ട് ഒരവസരം ലഭിച്ചിരുന്നു. മ്യാൻമാറിലെ രോഹിംഗ്യ എന്ന പ്രത്യേക വംശത്തിൽപ്പെട്ട ജനങ്ങളെ അവിടുന്ന് കുടിയൊഴിപ്പിച്ചിരിക്കുകയാണ് മ്യാൻമാർ രാജ്യത്തിൽ നിന്ന്. അവരെല്ലാം ഓടി വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശികളും അവരെ സ്വീകരിക്കുന്നില്ല. അതിന് പകരം കെട്ടിയടക്കപ്പെട്ട ഒരു ക്യാമ്പിൽ അവരെല്ലാം അടച്ചിരിക്കുകയാണ്. ആ ഒരു ക്യാമ്പിൽ, കോക്സസ് ബസാർ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പിൽ മാത്രം 7 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ കൂടാരങ്ങളിൽ താമസിക്കുകയാണ്. ഏതാണ്ട് നമ്മുടെ ഇതേപോലത്തെ കാലാവസ്ഥയുള്ള മഴയും ചതുപ്പ് നിലങ്ങളും കടുത്ത ചൂടും ഹ്യൂമിഡിറ്റിയും എല്ലാം ഉള്ള ഈ കാലാവസ്ഥയിൽ കൊച്ചു കുടിലുകളിൽ ഇവരെല്ലാം കഴിയുകയാണ്. അവരുടെ
വീടിന്റെ പരിസരങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ ഓടി നടക്കുകയാണ്. വിദ്യാഭ്യാസം ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ഭാവി എന്താകും? ഇന്ന് ഈ ക്യാമ്പിന്റെ നടത്തിപ്പ് യുണൈറ്റഡ് നേഷൻസിനാണ്. അവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലെ കോടിക്കണക്കിന് കുഞ്ഞുങ്ങളാണ് നമ്മുടെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാടിന്റെയും സംഘർഷത്തിന്റെയും മധ്യേ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് നാം ഇന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാനായിട്ട് ഒരു ദിനം വേർതിരിച്ചിരിക്കുകയാണ്. ജെയിംസ് സൂചിപ്പിച്ച പോലെ സഭാചരിത്രത്തിൽ 27, 28, 29 അതുപോലെ തന്നെ ജനുവരി മാസം 10-ാം തീയതിയുമെല്ലാം യഹൂദ രാജാവിന്റെ കാലത്ത്, ഹെരോദ രാജാവിന്റെ കാലത്ത് കൊല്ലപ്പെട്ട ശിശുക്കളെ ഓർമ്മിക്കുന്ന ദിനങ്ങൾ. വിവിധ സഭാവിഭാഗങ്ങൾ വിവിധ ദിനങ്ങൾ തിരഞ്ഞെടുത്ത് ഈ കുഞ്ഞുങ്ങളെ ഓർക്കുന്ന ദിനമാണ്. ഇന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പെരുന്നാള്, ഒരു തിരുനാള് ഈ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ ചരിത്രത്തിലെ ആദ്യത്തെ മാർട്ടിയേഴ്സ് എന്ന് നമുക്ക് പറയാം. അവരെ ഓർക്കുന്ന ഈ തിരുനാൾ ആചരിക്കുന്നത്. നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളെല്ലാം, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തില് 17-ാമത്തെ വാക്യത്തിൽ റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹയിൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായ്മ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തെഴുതിയ വാക്യമാണിത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വീണ്ടും എഴുതുന്നുണ്ട്, 3-ാം അധ്യായത്തിലും മറ്റും. അവിടെ കൊണ്ട് ചരിത്രം അവസാനിക്കുന്നില്ല. ഈ കഷ്ടപ്പാടിൽ ജനത്തെ കൈവിടുന്ന ദൈവമല്ല. യേശു കുഞ്ഞിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയ മാതാപിതാക്കൾ, ആ കഷ്ടപ്പാടിന്റെയും സംഘർഷത്തിന്റെയും ദിനങ്ങളിൽ നിന്ന് അവരെ തിരിച്ചു വിളിച്ച ദൈവം, മിസ്രയീമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ദൈവം ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തിരിച്ചു വിളിക്കുന്ന ദൈവം. ഇത് മത്തായി എഴുതിയ സുവിശേഷത്തിലും റെവലേഷൻസിലും എല്ലാം നമുക്ക് കാണുന്ന ദൈവം തന്നെയാണ്. തിരിച്ചു വിളിക്കുക മാത്രമല്ല, അവരോടുകൂടെ നടക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവരെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ശിശുവധത്തെ ഒരിക്കലും ന്യായീകരിക്കുന്ന ദൈവമല്ല. അവർ ചെയ്തത് തെറ്റാണെന്ന്, അത് തിന്മയുടെ ഫലമാണ്, തിന്മയുടെ പ്രവൃത്തിയാണെന്ന് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ പ്രയാസം അനുഭവിക്കുന്നവരോട് കൂടെ സർവശക്തനായ ദൈവം നടക്കുമെന്ന്, കഷ്ടതയുടെ നടുവിലൂടെയുള്ള വിശ്വാസയാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് എന്ന് പ്രവാചകന്മാരിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണിത്. വിശ്വാസത്യാഗം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി മരിച്ച രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നാണ് സഭ വളർന്നു വന്നത്. അവരെ ഓർക്കുകയും അവരുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അനുദിനവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ 15 മിനിറ്റിലും ഒരു കുഞ്ഞെങ്കിലും ഇതുപോലെ യുദ്ധവുമായിട്ട് സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത്. യുദ്ധവും വരുമ്പോൾ ഇതിന്റെ എണ്ണം എത്രയോ മടങ്ങായിട്ട് വർദ്ധിക്കുന്നു. അവരെ ഓർക്കാനും സമാധാനപരമായ ഒരു സഹവർത്തിത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ഈ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തെ നാം ഓർക്കുന്ന ഈ സമയത്ത് നന്ദിപൂർവ്വം അവരെ ഓർക്കുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ വളർന്ന് ദൈവത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നടക്കുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ചുറ്റുപാടും സംഘർഷവും വെല്ലുവിളികളും വർദ്ധിച്ചു വരുമ്പോഴും നമ്മെ കൈവിടുന്ന ദൈവമല്ല, നമ്മെ സംരക്ഷിച്ച് നടത്തുന്ന ദൈവമാണ്. രക്തസാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്ന് വേദപുസ്തകം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരെ നന്ദിപൂർവ്വം ഓർക്കാം. നമുക്ക് മുന്നോട്ട് വിശ്വാസത്തോടു കൂടി നമ്മുടെ യാത്ര തുടരാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അതിനായി അനുഗ്രഹിക്കട്ടെ.